അമേരിക്കൻ മണ്ണിൽ ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപന്ത്വന്ത് സിംഗ് പന്നൂനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യൻ പൗരനായ നിഖിൽ ഗുപ്ത അമേരിക്കൻ കോടതിയിൽ കുറ്റം സമ്മതിച്ചതോടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും കേന്ദ്ര സർക്കാരും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ മുൻപൊന്നുമില്ലാത്ത വിധം നയതന്ത്രപരമായി നാണക്കേടുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നു എന്ന തരത്തിൽ പ്രചരിച്ചിരുന്ന വീട്ടിൽ കയറിയടിക്കുമെന്ന വാദങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ വിനയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. നിഖിൽ ഗുപ്തയുടെ കുറ്റസമ്മതത്തോടെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട വിവരങ്ങൾ കേവലം ഒരു വ്യക്തിയുടെ കുറ്റകൃത്യത്തിനപ്പുറം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഉന്നത തലങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ഏതോ ഒരു സ്പൈ സിനിമയിലെ തിരക്കഥ പോലെ അവിശ്വസനീയമായ കാര്യങ്ങളാണ് കാണാൻ കഴിയുക. ഇന്ത്യയുടെ ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ട പന്നൂനെ അമേരിക്കയിൽ വെച്ച് വധിക്കാൻ നിഖിൽ ഗുപ്ത എന്ന വ്യക്തിയെ വികാസ് യാദവ് എന്ന റോ ഉദ്യോഗസ്ഥൻ ചുമതലപ്പെടുത്തുന്നു. പന്നൂനെ വധിക്കാൻ ഒരു വാടക കൊലാളിയെ ഏർപ്പാടാക്കാൻ നിഖിൽ ഗുപ്ത അമേരിക്കയിൽ ഒരാളെ സമീപിച്ചു. എന്നാൽ നിഖിൽ ഗുപ്ത സമീപിച്ചത് അമേരിക്കൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ ഒരു രഹസ്യ ഏജന്റിനെയായിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അബദ്ധം. ഈ ഏജന്റ് വഴി നിഖിൽ ഗുപ്തയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത കൊലയാളിയാകട്ടെ അമേരിക്കൻ ഏജൻസിയുടെ തന്നെ ഉദ്യോഗസ്ഥനുമായിരുന്നു. അതായത് പന്നൂനെ വധിക്കാനുള്ള ഓരോ പ്ലാനും അതിനായി കൈമാറിയ ഓരോ ഡോളറും കൃത്യമായി അമേരിക്കൻ ഏജൻസികൾ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റും റോയും നേരിട്ടിടപെട്ടു എന്നാണ് അമേരിക്കൻ പ്രോസിക്യൂട്ടർമാരുടെ വാദം. വികാസ് യാദവ് എന്ന ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ നിൽക്കുന്ന ചിത്രങ്ങളും പന്നൂന്റെ വിലാസവും ഫോൺ നമ്പറും വരെ നിഖിൽ ഗുപ്തയ്ക്ക് അയച്ചു കൊടുത്തത് ഇലക്ട്രോണിക് തെളിവുകളായി അമേരിക്കയുടെ കൈവശമുണ്ട്. കാനഡയിൽ ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടപ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലും വികാസ് യാദവ് നിഖിൽ ഗുപ്തയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. അടുത്ത ഊഴം പന്നൂന്റേതാണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചതെന്നാണ് പറയപ്പെടുന്നത്. കാനഡയും അമേരിക്കയും ഒരേപോലെ ഉന്നയിക്കുന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത്. ലോറൻസ് ബിഷ്ണോയി ഗ്യാങ്ങിനെ പോലെയുള്ള ക്രിമിനൽ സംഘങ്ങളെ ഇന്ത്യ തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് ആ ചോദ്യം. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മുൻപ് ഉന്നയിച്ച ഇതേ ആരോപണം ഇപ്പോൾ നിഖിൽ ഗുപ്തയുടെ കുറ്റസമ്മതത്തോടെ കൂടുതൽ വിശ്വാസ്യത നേടുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണകൂടം കുപ്രസിദ്ധരായ ക്രിമിനലുകളുമായി കൈകോർക്കുന്നു എന്ന ആരോപണം ഇന്ത്യയുടെ വിദേശ നയത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഈ കേസ് വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പൗരനെ വധിക്കാൻ വിദേശ ഏജൻസികൾ സ്വന്തം മണ്ണിൽ ക്രിമിനൽ സംഘങ്ങളെ നിയോഗിക്കുന്നത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് അമേരിക്ക കാണുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലും ചബാഹർ തുറമുഖ വിഷയത്തിലും ഇന്ത്യക്ക് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നത് പന്നൂൻ കേസിൽ ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതുകൊണ്ടാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ബംഗ്ലാദേശിനും വിയറ്റ്നാമിനും ലഭിക്കുന്ന പരിഗണന പോലും പല വ്യാപാര കരാറുകളിലും ഇന്ത്യക്ക് ലഭിക്കാത്തത് ഇതിന്റെ സൂചനയാവാമെന്ന് വിലയിരുത്തപ്പെടുന്നുമുണ്ട്. പന്നൂനെ പോലെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോകൾ മാത്രം ഇറക്കുന്ന ഒരു വ്യക്തിയെ വധിക്കാൻ ശ്രമിച്ച് ഇന്ത്യ എന്തിന് ഇത്ര വലിയ നയതന്ത്ര റിസ്ക് എടുത്തു എന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം. ദാവൂദ് ഇബ്രാഹിമിനെയോ മസൂദ് അസറിനെയോ പോലെയുള്ള കൊടും ഭീകരരെ പിടികൂടാൻ കാണിക്കാത്ത ഈ അമിത താൽപര്യം പന്നൂന്റെ കാര്യത്തിൽ കാണിച്ചത് വിവേകശൂന്യമായ നീക്കമാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ വികാസ് യാദവിനെ സർക്കാർ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ഡൽഹി പോലീസ് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലുള്ള കൈമാറ്റം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായി ഇതിനെ പലരും കാണുന്നു. എന്നാൽ നിഖിൽ ഗുപ്തയുടെ കുറ്റസമ്മതത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്കുണ്ടായ മങ്ങൽ മാറ്റിയെടുക്കുക എന്നത് കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളിയായി തുടരും.